ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ചൂടുപിടിക്കുന്നതിനിടെ UDFന്റെ നേതൃയോഗം കൊച്ചിയിൽ. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന തീരദേശ ജാഥയുടെ സമയക്രമം അടക്കമുള്ള കാര്യങ്ങളും ചർച്ചയാകും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, നേതൃമാറ്റ ചർച്ചകളും അതുപോലെ തന്നെ സുധാകരൻ അധ്യക്ഷ സ്ഥാനം ഒഴിയുമോ മുതലായിട്ടുള്ള അഭ്യൂഹങ്ങളെല്ലാം നിലനിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ നേതൃയോഗം കൊച്ചിയിൽ ചേരുന്നത്. ശശി തരൂരുമായ വിവാദങ്ങൾ അതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ നേതൃമാറ്റ ചർച്ചകളും. ഇത് രണ്ടും സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? അതുല്യ, രാഷ്ട്രീയ കേരളം ഏറെ കാത്തിരിക്കുന്ന ഒരു യോഗത്തിനാണ് കൊച്ചിയിലെ കളമശ്ശേരിയിലെ സ്വകാര്യ ഹോട്ടലിൽ ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. അതായത് കേരളത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതേപോലെ തന്നെ തീരദേശ ജാഥയ്ക്ക് മുന്നോടിയായിട്ടുള്ള അജണ്ടകൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് യോഗമെന്ന് പറയുന്നുണ്ടെങ്കിലും ശശി തരൂരിന്റെയും അതേപോലെ PV അൻവറിന്റെ മുന്നണി പ്രവേശം അടക്കം ഈ യോഗത്തിൽ ചർച്ചയാകും. അതേപോലെ തന്നെ യോഗത്തിന് മുന്നോടിയായിട്ട് ഈ യോഗത്തിൽ നേരത്തെ മുൻപ് നിശ്ചയിച്ചിരിക്കുന്ന അജണ്ടകൾക്ക് പുറത്തു നിന്നുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യരുതെന്ന് പ്രത്യേക നിർദ്ദേശം UDF ഘടകകക്ഷികൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ശശി തരൂർ പൊട്ടിച്ച ബോംബിനെ തുടർന്നുള്ള ചർച്ചകൾ എന്തായാലും ഈ യോഗത്തിൽ ഉണ്ടാകും. അതായത് ഈ യോഗത്തിലേക്ക് വന്ന രമേശ് ചെന്നിത്തലയും അതേപോലെ K മുരളീധരനും അടക്കം പറഞ്ഞിരിക്കുന്നത് ഈ ശശി തരൂരിന്റെ വിഷയം കേന്ദ്ര നേതൃത്വമാണ് ചർച്ച ചെയ്യേണ്ടത്, അതിന് തീരുമാനം കണ്ടെത്തേണ്ടതും അതിന് പരിഹാരം കണ്ടെത്തേണ്ടതും കേന്ദ്ര നേതൃത്വമാണെന്ന് പറയുന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗും അതേപോലെ കേരള കോൺഗ്രസ് വിഭാഗം അടക്കമുള്ള ഘടകകക്ഷികൾ ഈ യോഗത്തിൽ തരൂരിന്റെ വിഷയം ഉന്നയിക്കും. ഈ തരൂരിന്റെ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകണമെന്നും തുടർച്ചയായിട്ടുള്ള, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പും അതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു തർക്കങ്ങൾ UDFന്റെ വിജയത്തെ ബാധിക്കുമെന്ന് തന്നെയാണ് UDFിലെ പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ തന്നെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വിഷയങ്ങളിലടക്കം വലിയൊരു ചർച്ച ഈ യോഗത്തിലുണ്ടാവും. അതായത് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ചർച്ചയ്ക്കാണ് ഈ കളമശ്ശേരിയിലെ സ്വകാര്യ ഹോട്ടലിൽ ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. സാനു, അതോടൊപ്പം തന്നെ ഈ നേതൃമാറ്റ ചർച്ചകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നതിനോട് സുധാകരൻ നേരത്തെ പ്രതികരിച്ചിരുന്നത്, മാസങ്ങൾക്ക് മുൻപ് പ്രതികരിച്ചിരുന്നത് അധ്യക്ഷ സ്ഥാനം വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്ന രീതിക്കാണ്. അത്തരത്തിൽ ഈ ഒരു നേതൃമാറ്റം സംബന്ധിച്ച സൂചനകൾ എന്തെങ്കിലും ചർച്ചയിൽ ലഭിക്കുന്നുണ്ടോ? എന്തായാലും ഈ യോഗത്തിലേക്ക് പങ്കെടുക്കാൻ വന്നിരുന്ന നേതാക്കളുടെ ഭാഗത്ത് നേതൃമാറ്റ ചർച്ചകളുടെ ഭാഗമായിട്ടുള്ള ഒരു നടപടികളും ഇന്ന് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് K മുരളീധരൻ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, അതായത് ഇപ്പോൾ നേതൃമാറ്റത്തിന്റെ ആവശ്യമില്ല, ഇപ്പോൾ കൂട്ടായ പ്രവർത്തനമാണ് ആവശ്യം. നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്, നേതൃത്വത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെ K മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. ഈ യോഗത്തിൽ പങ്കെടുക്കാമെന്ന് തൊട്ട് മുൻപ് തന്നെ K മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ എല്ലാ വിഷയങ്ങളും എന്തായാലും ഈ യോഗത്തിൽ ചർച്ചയുണ്ടാകും. ഈ അജണ്ടകൾക്ക് പുറത്തുനിന്നുള്ള വിഷയങ്ങൾ കൊണ്ടുവരുമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നേതൃമാറ്റം അടക്കമുള്ള വിഷയങ്ങൾ, ശശി തരൂരിന്റെ അടക്കമുള്ള പ്രസ്താവനകൾ അടക്കം ഈ യോഗത്തിൽ എന്തായാലും ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി സനു.